കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളാണ് കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. വിശദമായി പറയുകയാണെങ്കിൽ MLA-മാർ ഇപ്പോൾ കൂട്ടമായി കോൺഗ്രസ് വിട്ടുകൊണ്ട് BJP പക്ഷത്തേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന, അതായത് പടിവാദികൾ ഇനി വെറും ചുരുങ്ങിയ മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയി, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ആയിട്ട് SM പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസിന് അടി പതറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം SM-ൽ കോൺഗ്രസിലെ നിലവിലുള്ള MLA-മാരിൽ വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് BJP പക്ഷത്തേക്ക്, അതായത് ഭരണപക്ഷത്തേക്ക് ചായുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ കൂറുമാറിയതായിട്ടാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നത്. 6 കോൺഗ്രസ് MLA-മാരിൽ ഒരാൾ ഇപ്പോൾ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള റൈജോർ ദളിൽ ഔദ്യോഗികമായി ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരും അതേ പാത പിന്തുടരാനായിട്ട് ഒരുങ്ങുകയാണ്, അതായത് കൂട്ടക്കൊഴിഞ്ഞു പോക്കൽ. ഇതോടൊപ്പം തന്നെ ഈ സംഘത്തിൽ നിന്നും 4 ഹിന്ദു കോൺഗ്രസ് MLA-മാർ BJP-യുമായി സഖ്യത്തിൽ ഏർപ്പെടുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും 6 MLA-മാരാണ് കൂട്ടമായി കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിൽ ഒരു MLA ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചുകൊണ്ട് മറ്റൊരു പ്രാദേശിക പാർട്ടിയിൽ ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ 4 ഹിന്ദു കോൺഗ്രസ് MLA-മാർ BJP-യുമായി സഖ്യത്തിൽ ഏർപ്പെടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇത് പ്രതിപക്ഷത്തിനുള്ളിൽ കൂടുതൽ ഭിന്നതയുണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഊർജിതമാകുന്നതിനിടയിൽ തന്ത്രപരമായ സമയക്രമത്തെ ആശ്രയിച്ചാണ് അവരുടെ നീക്കങ്ങൾ എന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ പാർട്ടി വിട്ടവരോട്, അതായത് കോൺഗ്രസ് വിട്ടവരോട് ഒറ്റയ്ക്ക് നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടി വിട്ടവരോട് ഒറ്റയ്ക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നു. അവർ വളരെ കാലമായി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും രാജ്യസഭയിലേക്കുള്ള 3 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമായതിനാൽ ഇപ്പോൾ രാജിവെക്കരുതെന്നും കുറച്ചു നേരം കാത്തിരിക്കണമെന്നും ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന തൊട്ടു പിന്നാലെ ഇവർ BJP-യിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിൽ നിന്നും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ സംഭവിച്ചിരിക്കുന്നു. അതും കോൺഗ്രസിലെ MLA-മാർ കൂട്ടമായിട്ട് BJP-യിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. ഇവരെ കൂടാതെ തന്നെയും നിരവധി പേര് കോൺഗ്രസ് വിടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം MLA-മാരാണ് ഇപ്പോൾ കൂട്ടമായി രാജിവെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് ഭരണപക്ഷത്തേക്ക് പോകാനായി തയ്യാറായി നിൽക്കുന്നത് തന്നെ. വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അസംബ്ലിയിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് അസംബ്ലിയിൽ കാര്യങ്ങൾ മാറുകയാണോ? ഭരണപക്ഷം BJP വലിയ തോതിലുള്ള പ്രഹരമാണോ ഇപ്പോൾ കോൺഗ്രസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പൂർണ്ണ രൂപത്തിൽ അറിയാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും.